ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 1 ദിനവൃത്താന്തം 19-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. ഇവിടെ പറയുന്ന കാര്യങ്ങൾ 2 ശമൂവേൽ 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 19 വാക്യങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി ദിനവൃത്താന്തകാരൻ ഇത് രേഖപ്പെടുത്തുകയാണ്. അതായത് അമ്മോന്യരെയും സിറിയാക്കാരെയും ദാവീദ് യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. അമ്മോന്യരുടെ രാജാവായിരുന്ന നാഗാഷ് ദാവീദുമായി സ്നേഹബന്ധത്തിലായിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകൻ ഹാനൂൻ രാജാവായി. ഇതറിഞ്ഞ ദാവീദ് രാജാവ് തൻ്റെ കുറേ ദൂതന്മാരെ അമ്മോന്യരുടെ ദേശത്തേക്ക് അയക്കുകയാണ്. ഹാനൂൻ്റെ അടുത്തേക്ക് അയച്ചിട്ട് അവൻ്റെ പിതാവായ നാഹാഷിൻ്റെ ആ നിര്യാണത്തിന് അനുശോചനം അറിയിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു വിട്ടതാണ്. കാരണം അദ്ദേഹം ദാവീദിൻ്റെ സ്നേഹിതനായിരുന്നല്ലോ. അവിടെ ചെന്ന് അനുശോചനമൊക്കെ അറിയിച്ചപ്പോൾ ഈ ഹാനൂൻ്റെ ഉപദേഷ്ടാക്കന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത പ്രമാണിമാർ പറഞ്ഞു, ദാവീദ് എന്തിനാണ് ഈ ദൂതന്മാരെ അയച്ചെന്നറിയാമോ? നിനക്ക് തോന്നുന്നു നിൻ്റെ പിതാവിൻ്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാൻ, ദുഃഖം രേഖപ്പെടുത്താൻ വിട്ടതാണെന്നാണ് നീ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, അവരെ ദേശം ഒറ്റുനോക്കാൻ ദാവീദ് വിട്ടതാണ്. എല്ലാ കാലത്തും അധികാരസ്ഥാനത്തോടുള്ള ആളുകളോട് ചേർന്ന് ഒരു ഉപജാപക സംഘം എല്ലാ കാലത്തും എല്ലായിടത്തുമുണ്ട്. അത് സമൂഹത്തിലല്ല, രാഷ്ട്രീയത്തിൽ മാത്രമല്ല, സഭയിലുമുണ്ട്. അവർ വാസ്തവത്തിൽ നേതാക്കന്മാർക്ക് ദുരുപദേശം പറഞ്ഞു കൊടുക്കും. അത് കേട്ട് ഈ നേതൃത്വത്തിലുള്ളവർ പ്രവർത്തിക്കുകയും ഇത് വലിയ ദോഷമായി വന്ന് ഭവിക്കുകയും ചെയ്യും. അതെല്ലായിടത്തുമുണ്ട്, എല്ലാ കാലത്തും അങ്ങനെയുള്ള ഒരു രീതിയുണ്ട്. അധികാരസ്ഥാനത്തോട് ചേർന്ന് എപ്പോഴും ഉപജാപക സംഘമുണ്ടാകും. അവർക്ക് അതുകൊണ്ട് മറ്റ് നേട്ടങ്ങളുണ്ട്. ഇപ്പോൾ ഈ രാജാവിനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ അവർക്ക് പല കാര്യങ്ങൾ നേടാൻ സാധിച്ചേക്കാം. അവരാണ് ഈ ദുരുപദേശം ഈ ഹാനൂൻ എന്ന് പറയുന്ന ഈ ചെറിയ രാജകുമാരന് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ പരിചയമൊന്നുമില്ല. ദാവീദുമായി അദ്ദേഹത്തിന് വലിയ പരിചയമില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിനാണ് പരിചയമുള്ളത്. പക്ഷെ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇവരുടെ ഈ ദുരുപദേശം കേട്ട ഹാനൂൻ എന്ത് ചെയ്തു? ദാവീദ് അയച്ചതായ ആ ആളുകളെ പിടിച്ചിട്ട് അവരുടെ താടി വടിക്കുക, മുടി ക്ഷൗരം ചെയ്യുക, അതുപോലെ അവർ പാദം വരെ ഉണ്ടാവും അവർ ധരിച്ച വസ്ത്രം പകുതി മുറിച്ച് കളയുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം അവരെ അപമാനിക്കാമോ അത്രമാത്രം അവരെ അപമാനിക്കുകയാണ്. അവരെ അപമാനിക്കുക എന്നുള്ളത് ദാവീദിനെ അപമാനിച്ചതിന് തുല്യമാണ്. അപ്പോൾ ആ രീതിയിലാണ് അവർ ഇതിനോട് പ്രതികരിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന് കിട്ടിയ ദുരുപദേശം അങ്ങനെയാണല്ലോ. ഉറ്റുനോക്കാൻ വന്നവരെ ആരും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവർ അപ്രകാരം ഒരു കാര്യം ചെയ്തത്. അത് കഴിഞ്ഞ് അവരവിടുന്ന് മടങ്ങി വരുന്നു, ദാവീദുമായിട്ട് കണ്ടുമുട്ടുന്നു. നമ്മൾ വായിക്കുന്നു, അവർ മുടി വളരുന്നിടം വരെയും താടി വളരുന്നിടം വരെയും അവർ ഒരു രഹസ്യ സ്ഥലത്ത് ഒളിച്ചു പാർക്കുകയാണ്. സമൂഹമധ്യേ വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ പുരുഷന്മാർ താടി വളർത്തുന്ന രീതി അവർക്കുണ്ട്. അവരങ്ങനെ മാറി താമസിക്കുന്നതായി നമ്മളവിടെ കാണുന്നുണ്ട്. ഇനിയും നമ്മൾ വായിക്കുന്നത് ഈ കാര്യം ദാവീദിനെ കൂടുതൽ ദാവീദ് പ്രകോപിതനായി എന്നറിഞ്ഞ ആ ഹാനൂനും ആളുകളും
മറ്റ് രാജാക്കന്മാരെ കൂടെ കൂട്ടുപിടിച്ച് ദാവീദിനോട് യുദ്ധം ചെയ്യാനുള്ള ഒരു ക്രമീകരണം ചെയ്യുമ്പോൾ ദാവീദും അവരോട് യുദ്ധം ചെയ്യാനുള്ള ക്രമീകരണം ചെയ്യുകയാണ്. നമ്മൾ വായിക്കുന്നു, യോവാബിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിലെ വീരപുരുഷന്മാരെയൊക്കെ അദ്ദേഹം വിളിച്ചു കൂട്ടി അവരോട് യുദ്ധം ചെയ്യാനുള്ള ഒരു ക്രമീകരണം ചെയ്യുന്നു. അപ്പോൾ അവർ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ മുന്നിലും പിന്നിലും യോവാബ് അതിനുള്ള ക്രമീകരണം ചെയ്തു. അവരെ തോൽപ്പിച്ചു. യുദ്ധത്തിൽ അമ്മോന്യരെ തോൽപ്പിച്ച കണ്ട് അപ്പുറത്തുണ്ടായിരുന്ന സിറിയക്കാരും ഓടി രക്ഷപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇത്രമാത്രം ഒക്കെ ദാവീദിനെ ദ്രോഹിച്ചിട്ടും ദാവീദിനെതിരെ കൂട്ടം കൂടിയിട്ടും അവനെ തോൽപ്പിക്കാൻ സാധിക്കാത്തതിൻ്റെ ഏക കാരണം ദൈവം ദാവീദിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. സൈന്യങ്ങളുടെ ദൈവം ദാവീദിൻ്റെ കൂടെയുണ്ട്. അതാണ് ദാവീദിന് എല്ലായിടത്തും വിജയിക്കാൻ സാധിക്കും. നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ദാവീദിൻ്റെ പ്രാർത്ഥനയും ദാവീദിൻ്റെ സമർപ്പണവും ദൈവസന്നിധിയിലുള്ള അവൻ്റെ വിധേയത്വവും അവൻ്റെ ആ ഭക്തിയും ആരാധനയും എല്ലാം അവനെ കൂടുതൽ കൂടുതൽ ശക്തീകരിക്കുവാൻ കാരണമായി തീർന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ഇന്ന് നമുക്ക് ശത്രുതയുണ്ട്. അത് പിശാചിൽ നിന്നാണ്. ആ പൈശാചികമായ പ്രലോഭനം എപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് വരുമെന്ന് പറയാൻ സാധിക്കുകയില്ല. ശാരീരികവും മാനസികവും ആത്മീയവുമായ 3 തലങ്ങളിലും നമുക്കിങ്ങനെയുള്ള പ്രകോപനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയും വേദപുസ്തക വായനയും ഒക്കെ നമുക്ക് വളരെ അനിവാര്യമായ ഒരു വലിയ ഘടകമാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ശത്രുവാകുന്ന സാത്താനെ നമുക്ക് അതിജീവിക്കുകയും ചെയ്യുവാൻ നമുക്കിടയായിട്ട് തീരണം. ദൈവത്തെ സമീപിക്കുന്നവരെ ദൈവം ഒരു നാളും ലജ്ജിതരാക്കുകയില്ല. താൽക്കാലികമായ ചില വേദനകളും പരാജയങ്ങളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. ഇതുതന്നെയാണ് ദാവീദിൻ്റെ ജീവിതത്തിലും അപ്രകാരം ഒരുപാട് മാനുഷിക ബലഹീനതയും സാഹചര്യ സമ്മതങ്ങൾ കൊണ്ടൊക്കെ അദ്ദേഹത്തിന് കുറവുകൾ സംഭവിച്ചെങ്കിലും അതിൻ്റേതായ വേദനകൾ പലപ്പോഴും അനുഭവിക്കേണ്ടി വന്നെങ്കിലും ആത്യന്തികമായി ദൈവത്തിൽ അദ്ദേഹം ആശ്രയം വെച്ചതുകൊണ്ട് ദൈവം ആത്യന്തികമായി അദ്ദേഹത്തെ ഒരു നാളും കൈവിടുകയില്ല. ദാവീദിനെ ദൈവം സംരക്ഷിച്ചതുപോലെ ദൈവം നമ്മെ സംരക്ഷിക്കുവാൻ സന്നദ്ധനാണ്. യേശു വെളിപ്പെടുത്തിയ ദൈവം മുഴുവൻ സ്നേഹമാണെന്ന് നമുക്കറിയാം. ആ സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.